മമതയുടെ ബംഗാളിൽ ഇപ്പോൾ എന്താ നടക്കുന്നത്? കത്തിയിരിക്കുകയാണല്ലോ. കത്തിയരികയല്ല, കത്തിക്കുകയാണ്. ബംഗാളിൽ നടക്കുന്നത് 1920 കേരളത്തിൽ നടന്നതുപോലെ, അല്ലെങ്കിൽ 1946 ബംഗാളിൽ തന്നെ നടന്നതിൻ്റെ തനിയാവർത്തനമാണ്. 1946 ബംഗാളിൽ വലിയ ഹിന്ദു കൂട്ടക്കൊല നടന്നു. കാരണം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് തൊട്ട് മുമ്പ് ഇന്ത്യയുടെ കൂടെ ഇന്ത്യയായിട്ട് ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റില്ല, ഞങ്ങൾക്കൊരു മുസ്ലിം രാഷ്ട്രം വേണം എന്ന് ജിന്ന ആവശ്യപ്പെടുകയും അത് നേടിയെടുക്കാൻ വേണ്ടി ഡയറക്റ്റ് ആക്ഷൻ തുടങ്ങാൻ പറഞ്ഞു. ഡയറക്റ്റ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഹിന്ദുക്കളെ കൊല്ലുക. അങ്ങനെ ഡയറക്റ്റ് ആക്ഷൻ ആരംഭിച്ചത് 1946 ആണ്. ആ ഡയറക്റ്റ് ആക്ഷൻ്റെ ഭാഗമായി നൂറുകണക്കിന് ആയിരക്കണക്കിന് ഹിന്ദുക്കളെ മുസ്ലിമുകൾ കൽക്കത്തയിൽ ബംഗാളിൽ കൂട്ടക്കൊല ചെയ്തു. അതിൻ്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ ബംഗാളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഹിന്ദുക്കളെ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ്. അതായത് ഇന്നലെ ഒരു ആർട്ടിസാൻ, ആശാരിപ്പണി ചെയ്യുന്ന പംദാസിൻ്റെ ഭർത്താവ്, പംദാസ് എന്ന് പറഞ്ഞ സ്ത്രീയുടെ ഭർത്താവ് ചന്ദനെയും അവരുടെ അമ്മായിയപ്പനായ പംദാസിൻ്റെ അമ്മായിയപ്പനായ ഹർഗോബിന്ദോയും കൊന്നതിനെക്കുറിച്ച് ഈ പംദാസിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ദേശീയ മാധ്യമങ്ങളിൽ വന്നിട്ട് മലയാള മാധ്യമങ്ങളൊന്നും വരത്തില്ല. മലയാളത്തിൽ ഇന്നലെ മാതൃഭൂമി പത്രം ഒരു പ്രധാന വാർത്തയായിട്ട് കൊടുത്തു. ബംഗാളിൽ നിന്ന് ആളുകൾ ഓടിപ്പോകുന്ന ആരാണെന്നറിയോ? ഹിന്ദുക്കളാണ്. ഹിന്ദുക്കളുടെ വീടുകൾ കത്തിക്കുന്നു, വ്യാപാര സ്ഥാപനങ്ങൾ കത്തിക്കുന്നു, വാഹനങ്ങൾ കത്തിക്കുന്നു. ഇന്നലെ മാത്രം 80 വീടുകൾ കത്തിച്ചു, ഒരമ്പലം കത്തിച്ചു, 20 വ്യാപാര സ്ഥലങ്ങൾ കത്തിച്ചു, അതിനകത്ത് ഒരു മോള് കത്തിച്ചിട്ടുണ്ട്. നാഷണൽ ഹൈവേ 12-ൽ 13 വാഹനങ്ങൾ, അതിലൊരു ആംബുലൻസ്, 3 ബസ്സുകൾ കത്തിച്ചു. ഹിന്ദു പേരുകളുള്ള ഹിന്ദു ദൈവങ്ങളുടെ വിഗ്രഹങ്ങൾ, അടയാളങ്ങൾ വെച്ചിട്ടുള്ള വാഹനങ്ങൾ തെരഞ്ഞുപിടിച്ച് കത്തിക്കുകയാണ്. ഹിന്ദുക്കളുടെ വീടുകൾ കത്തിക്കുകയാണ്. അപ്പോൾ പോംദാസ് പറയുന്നത്, എൻ്റെ കൺമുന്നിൽ വെച്ചിട്ടാണ് എൻ്റെ ഭർത്താവിനെയും അമ്മായിച്ചനെയും കൊന്നു. ഞങ്ങൾ ഓടി കെട്ടിടത്തിൻ്റെ മുകളിൽ കയറി ഒളിച്ചിരുന്നു. അപ്പോൾ ഒരു 300-400 ആളുകളാണ് വീട്ടിലേക്ക് വരുന്നത്. ഹിന്ദുക്കളുടെ വീടുകൾ തേടി ആളുകൾ വരിക, അവിടെ തീടുക, സ്ഥാനങ്ങൾ വലിച്ച് പുറത്തുള്ള വീഡിയോകൾ വന്നിട്ടുണ്ട്. തൊപ്പിയൊക്കെ വെച്ചിട്ടുള്ള മുസ്ലിം അക്രമകാരികൾ വലിയ വാളുകളും വടികളുമായി ഇറങ്ങി നടന്ന് കാണുന്നിടത്തെല്ലാം ആക്രമണം നടത്തുന്ന വീഡിയോകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ലഭ്യമാണ്. നൂറുകണക്കിന് വീടുകൾ ആക്രമിക്കുന്നു, വീടുകൾക്കുള്ളിലേക്ക് തീ കത്തിച്ചെറിയുന്നു. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഹിന്ദുക്കളെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് ബംഗാൾ. എന്നിട്ട് ധൂലിയാൻ എന്ന് പറയുന്ന സ്ഥലത്താണ് ഏറ്റവും പ്രധാനപ്പെട്ട സംഘർഷം ഉണ്ടായത്. ധൂലിയാനിൽ നിന്ന് ആളുകൾ മാൾഡയിലെ വൈഷ്ണവ നഗർ എന്ന് ബംഗാളി പറയുന്ന വൈഷ്ണവ നഗർ എന്നാണ്. അവരങ്ങനെയാണ്, വൈഷ്ണവ എന്ന് പറയത്തില്ല. വൈഷ്ണവ നഗർ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഭഗീരഥി നദി, ഗംഗാ നദിയുടെ അവിടുത്തെ പേര് ഭഗീരഥി എന്നാണ്. ഭഗീരഥി നദി മുറിച്ച് കടന്ന് അപ്പുറത്തേക്ക് പോയി വൈഷ്ണവ നഗറിലെ ഒരു സ്കൂളിൽ അഭയം പ്രാപിച്ചിരിക്കാം 500 കുടുംബങ്ങൾ. ആ 500 കുടുംബങ്ങളെ കുറിച്ച് മാതൃഭൂമി എഴുതിയിരിക്കുന്ന 500ഓളം ആളുകൾ ഓടിപ്പോയി എന്നാണ്. ആരാണെന്നൊന്നുമില്ല, ഹിന്ദുക്കളെ ഓടിക്കുകയാണ്, ഹിന്ദുക്കളെ കൊല്ലുകയാണ്, ഹിന്ദു സ്ത്രീകളെ കൊല്ലുകയാണ്. മിനിഞ്ഞാന്ന് ഹർഗോബിന്ദദാസ് എന്ന് പറയുന്ന ആളെയും അയാളുടെ മകൻ ചന്ദൻ ദാസിനെയും വീട്ടിൽ കയറി കുത്തിക്കൊന്നു. ഇത് വഖഫ് നിയമ ഭേദഗതിക്കെതിരെയുള്ള സമരം എന്ന് പറയുന്നത് അല്ല. അതിൻ്റെ പേരും പറഞ്ഞ് കൊല്ലുന്നത് മുഴുവൻ ഹിന്ദുക്കളെയാണ്. ഇത് ഞാനിന്നിപ്പോൾ ദേശാഭിമാനി എടുത്തു നോക്കി. ഹർഗോബിന്ദദാസ്, അയാളുടെ മകൻ ചന്ദൻ ദാസ്, ഇവർ രണ്ടുപേരും കൊല്ലപ്പെട്ടു. ഇവർ രണ്ടുപേരും അവിടുത്തെ CPM പ്രവർത്തകരായ അച്ഛനെയും മകനും വീടിനകത്ത് കയറി കുത്തിക്കൊന്നു. CPM ആയിട്ടും കാര്യമില്ല, നീ ഹിന്ദുവാണോ, നിന്നെ കൊല്ലും. ഇതാണ് എല്ലായിടത്തും ജിഹാദികളുടെ, മുസ്ലിം അക്രമകാരികളുടെ, മുസ്ലിം വർഗീയവാദികളുടെ ഹിന്ദു പേരുള്ള ആരെയും കൊല്ലും. കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാരോട് കേൾക്കാനാണ് പറഞ്ഞത്. അവിടുത്തെ CPMൻ്റെ പ്രവർത്തകരായ ഹർഗോബിന്ദദാസിനെയും മകൻ ചന്ദൻ ദാസിനെയും വീട്ടിൽ കയറി കുത്തിക്കൊന്നു. വഖഫുമായിട്ട് അവർക്ക് എന്താ ബന്ധം? ഒറ്റ ബന്ധമുള്ളൂ, നീ ഹിന്ദുവാണെങ്കിൽ നിന്നെ കൊല്ലുക എന്നുള്ള അജണ്ട നടപ്പാക്കാൻ വേണ്ടി അവിടെ പ്രധാനപ്പെട്ട മുർഷിദാബാദ്, മാൽഡ, നാദിയ, സൗത്ത് 24 ഫർഗാനാസ്, 24 ഫർഗാനാസ് എന്ന് പറയുന്ന ജില്ല കുപ്രസിദ്ധമാണ്. അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹിന്ദുവേട്ട, ഏറ്റവും കൂടുതൽ ബലാത്സംഗങ്ങൾ, ഹിന്ദു സ്ത്രീകളെ ബലാത്സംഗം ചെയ്യുന്ന കേസുകളൊക്കെ നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥലമാണ് 24 ഫർഗാനാസ്. ഈ സ്ഥലങ്ങളിലൊക്കെ വലിയ തോതിലുള്ള ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ ഒരു പ്രധാനപ്പെട്ട വിവരമുള്ളത്, കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം അടിയന്തരമായി ഒരു വകുപ്പ് തല യോഗം വിളിച്ചു ചേർത്തിട്ടുണ്ട്. ജ്യോതിർമയ് സിംഗ് ഉൾപ്പെടെയുള്ള BJP MPമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് ആർമഡ് ഫോഴ്സസ് സ്പെഷ്യൽ പ്രൊവിഷൻ ആക്ട് അവിടെ പ്രയോഗിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഏതായാലും കേന്ദ്രം അതീവ ഗൗരവത്തോടെ കാണുന്നു. നമ്മളങ്ങനെ നിരാശപ്പെടണമെന്ന് തോന്നുന്നില്ല. കാരണം ബംഗാളാണ്. കുറെ കഴിയുമ്പോൾ ബംഗാളിലെ ഹിന്ദുക്കൾ സഹിക്കാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായി. പതുക്കെ ഹിന്ദു പ്രതിരോധം ഉണ്ടായി വരുന്നുണ്ട് എന്നും വാർത്തകൾ വരുന്നുണ്ട്. കാരണം ഇന്നലെ ചില സ്ഥലങ്ങളിൽ അക്രമികൾ ഓടിപ്പോയി. പേടിച്ചല്ല, ഗതികെട്ട്
സഹിച്ച് 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 നമ്മൾ മുമ്പ് പറഞ്ഞില്ലേ, ഹിന്ദു ഇങ്ങനെ വന്ന് ഭിത്തിയോട് ചേർന്ന് നിൽക്കും. ഭിത്തിയോട് ചേർന്ന് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് പോകാൻ വഴിയില്ല. അപ്പോൾ പിന്നെ തിരിഞ്ഞ് നിൽക്കാൻ പറ്റും. മരിക്കുമെന്ന് ഉറപ്പായി. എന്നാൽ മരിക്കും മുമ്പ് ഒന്നിനെങ്കിലും തീർത്തേക്കാം എന്ന തരത്തിലേക്ക് ഈ മുസ്ലിം അക്രമകാരികളുടെ ഭീകരമായ നരനായാട്ടിനെതിരെ പതുക്കെ ചില സ്ഥലങ്ങളിൽ ഹിന്ദുക്കളുടെ ചെറുത്തുനിൽപ്പുകൾ ഉണ്ടായി വരുന്നു എന്ന് കേൾക്കുന്നു. ഒരു 3 പരാതി വന്നിട്ടുണ്ട്. കാമത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് അലാവുദ്ദീൻ്റെ മകൻ സുലൈമാൻ എന്ന് പറയുന്ന ഒരാളെ കാണാനില്ല. പരാതി വന്നിട്ട് ഇവൻ അവിടെ ഹിന്ദുക്കളുടെ വീടുകൾ ആക്രമിച്ച് ഈ കൊലപാതകത്തിൽ പങ്കെടുത്ത ആളാണ്, അവനെ കാണാനില്ലെന്നൊരു വാർത്തയുണ്ട്. പിന്നെ അവിടുത്തെ മിസാനൂർ എം എൽ എയുടെ മൊഹീനുൽ ഇസ്ലാമിൻ്റെ സഹോദരൻ, അയാളെ കാണാനില്ല എന്ന് പറയുന്നത്. അവനും MLA സഹോദരനാണെന്നുള്ള ധാർഷ്ട്യം കൊണ്ട് ഹിന്ദു വീടുകൾ കത്തിക്കാനും ഹിന്ദുക്കളുടെ വിളവുകൾ നശിപ്പിക്കാനും ഹിന്ദുക്കളുടെ കന്നുകാലികളെ ഒരു വീഡിയോ കണ്ടിട്ട് സഹിച്ചില്ല. ബംഗ്ലാദേശിലെ വീഡിയോ നമ്മൾ കണ്ടിരുന്നു. അതായത് ഒരു ഹിന്ദുവിൻ്റെ വീട്ടിലിട്ടിരുന്ന പശുക്കളെയൊക്കെ കണ്ടെന്നുണ്ടും വെട്ടുകയാണ്. അവരെ കാണാനില്ല, MLA സഹോദരനെ കാണാനില്ല. പിന്നെ ഒരു സൈമ ബീവി എന്ന് പറയുന്ന ഒരാളുടെ മകനായ ഇല്യാസ് അഹമ്മദിനെ കാണാനില്ല എന്നുള്ള വാർത്ത വന്നിട്ടുണ്ട്. ഇവർ ഒളിച്ചു പോയതാണോ അതോ ഇനിയിപ്പോൾ കാവ്യനീതി എന്നതുപോലെ ഗതികെട്ട് സഹികെട്ട് ഹിന്ദുക്കളുടെ തിരിച്ചടി ഉണ്ടായതാണോ എന്നറിയില്ല. ഏതായാലും ബംഗാൾ കത്തുകയാണ്. മമതയാണ് കാരണം. മമത പറയുന്നു രാജ്യത്ത് ഒരിടത്തും വഖഫ് ബില്ലിനെതിരെ അക്രമാസക്തമായ സമരം ഉണ്ടായിട്ടില്ല. മമത അങ്ങോട്ട് പറഞ്ഞു, ഞാൻ ഈ മുസ്ലിങ്ങളെ രക്ഷിക്കും, ഇവിടെ 30% 40% മുസ്ലിങ്ങളുണ്ട്, അതുകൊണ്ട് ഇവിടെ ഈ നിയമം നടപ്പാക്കില്ല എന്ന് പറഞ്ഞു. മമത വിചാരിച്ചാൽ നടപ്പാക്കാതിരിക്കാൻ പറ്റില്ല. പാർലമെൻറ്റ് പാസ്സാക്കിയ നിയമം നടപ്പാക്കിയേ പറ്റൂ എന്ന് മമതയ്ക്കറിയാം. പക്ഷേ മമത മുസ്ലിം അപ്പീസ്മെൻറ്റിന് വേണ്ടി, മുസ്ലിം പ്രീണനത്തിന് വേണ്ടി ഇങ്ങനെ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്തിനും എന്ന് പറഞ്ഞ് അഴിച്ചു വിട്ടിരിക്കുന്ന അക്രമമാണ്. കാരണം ഇതിനകത്ത് നല്ല ശതമാനം അവിടെയുള്ളവർ ബംഗാളികളൊന്നുമല്ല, ബംഗ്ലാദേശികളാണ്. അവൻ്റെ അപ്പിയറൻസ്, അവൻ്റെ ശരീരഭാഷ, അവൻ്റെ സംസാരം, അവൻ്റെ വേഷം, ഇതൊക്കെ കണ്ട വീഡിയോകൾ നമുക്ക് കാണിക്കാം. ഈ വീഡിയോകളിൽ കാണുന്നുണ്ട് അക്രമകാരികൾ വലിയ കുറുവടികളൊക്കെ ആയിട്ട് ഇറങ്ങി നടന്ന് ഹിന്ദുക്കളുടെ വീടുകൾ തെരഞ്ഞു പിടിച്ച് ആക്രമിക്കുകയാണ്. അപ്പോൾ ഇത് സത്യത്തിൽ നടക്കുന്ന ഒരു ബംഗാളിൽ കേരളത്തിൽ 1921 നടന്നതുപോലെ, അല്ലെങ്കിൽ 46 ബംഗാളിൽ ഡയറക്റ്റ് ആക്ഷൻ്റെ ഭാഗമായി നടന്നതുപോലെയുള്ള ഒരു വലിയ ഹിന്ദു കൂട്ടക്കൊലയ്ക്കുള്ള ശ്രമം നടക്കുകയാണ്. പക്ഷേ അത്ര എളുപ്പം 946 പോലെ മമതയുടെ പിന്തുണയോടെ ഹിന്ദു വേട്ട നടത്താൻ, ഹിന്ദു നരനായാട്ട് നടത്താൻ ബംഗാളിലെ ഹിന്ദുക്കൾ സമ്മതിച്ചു കൊടുക്കില്ല എന്നുള്ള ചില വിവരങ്ങൾ വരുന്നുണ്ട്. അതാണ് നമ്മൾ പറഞ്ഞത്. അല്ല, ഇപ്പോൾ ഈ ബംഗ്ലാദേശികൾ വന്നിട്ട് എന്തുകൊണ്ടാണ് അവിടുത്തെ സർക്കാർ ആക്ട് ചെയ്യാത്തത്? സർക്കാരിന് അത് CPM തുടങ്ങി വെച്ചതല്ലേ സിനു. CPM ബംഗ്ലാദേശിൽ നിന്ന് വന്ന മുഴുവൻ ആളുകൾക്കും റേഷൻ കാർഡ്, ആധാർ കാർഡ്, വോട്ടർ പട്ടികയിൽ പേരും ചേർത്ത് അവിടെ കുടിയിരുത്തി. അങ്ങനെയാണ് CPM 25-30 വർഷം അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. ഒരു സുപ്രഭാതത്തിൽ എന്ത് ചെയ്തു? അവർ മുഴുവൻ CPM-നെ വിട്ടിട്ട് മമതയുടെ കൂടെ പോയി. ഇന്ത്യയിൽ 10 കോടിയോളം അനധികൃത മുസ്ലിം കുടിയേറ്റക്കാരുണ്ട്. 10 കോടി. പച്ചയ്ക്ക് പറഞ്ഞാൽ ബംഗ്ലാദേശികൾ. ഇപ്പോൾ കേരളത്തിൽ പിണറായി ചെയ്തെന്താ? CPI യൂണിയൻ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ പെരുമ്പാവൂരൊക്കെയുള്ള ഇവിടുന്ന് പെരുമ്പാവൂരൊക്കെ താമസിക്കുന്ന ആളുകൾക്ക് CPM ഉണ്ടാക്കും തോന്നുന്നു. ഇവർക്ക് ആദ്യം യൂണിയൻ ഉണ്ടാക്കും. ഇവരെ നോക്കൂ, ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളാണ് ഈ നമ്മുടെ നാട്ടിൽ വരുന്ന അന്യ സംസ്ഥാനത്തു നിന്ന് വന്നിരിക്കുന്ന അതിഥി തൊഴിലാളികൾ എന്ന് വിളിക്കുന്നവരിൽ 95% മുസ്ലിങ്ങളാണ്. അതിലേറിയ പങ്കും ബംഗ്ലാദേശികളായിരിക്കും അല്ലേ? ആയിരിക്കണം, ഉറപ്പായിട്ടും. അവരെ ഇവിടെ യൂണിയൻ ഉണ്ടാക്കുന്നു. അവരെ വിളിക്കും. അന്യ സംസ്ഥാന തൊഴിലാളി എന്ന് വിളിക്കരുത്, അതിഥി തൊഴിലാളി എന്ന് വിളിക്കണമെന്നാണ് പിണറായി പറയുന്നത്. കാരണം അവർ അതിഥിയാണ്. അതിഥി ദേവോ ഭവ. കോവിഡ് കാലത്ത് നമ്മൾ പട്ടിണി കിടന്നപ്പോൾ യുവമാർക്ക് ചിക്കനും ബീഫും മേടിച്ചു കൊടുത്തു. കിട്ടിയില്ലെന്ന് പറയുമ്പോൾ വായ്പാട്ടൊക്കെ വലിയ പ്രശ്നം ഉണ്ടാക്കി. അപ്പോൾ ഇവരെ പതുക്കെ കൊണ്ടുവന്ന്, ഇവരെ CPM-ന്റെ കീഴിൽ കൊണ്ടുവന്ന് ഇവർക്ക് പാർട്ടി മെമ്പർഷിപ്പ് കൊടുത്ത്, DYFI മെമ്പർഷിപ്പ് കൊടുത്ത്, ഇവരെ ഇവിടുത്തെ വോട്ടർ പട്ടിക ചേർത്ത്, റേഷൻ കാർഡ് കൊടുത്ത് ഇവിടെ പൗരന്മാരാക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ബംഗാളിലെ പോലെ കേരളത്തിലും. ഒരു വലിയ ഉറപ്പാണ്, ഹിന്ദുക്കൾ എന്ന പേരുകൊണ്ട് ഹിന്ദുവായിരിക്കുന്ന ആരും ഇസ്ലാമിസ്റ്റുകളുടെ കയ്യിൽ സുരക്ഷിതരല്ല. നമ്മൾ ഡാക്കയെ കണ്ടതല്ലേ? അതായത് ഓഗസ്റ്റിൽ ഹസീനയ്ക്കെതിരെ സമരം ഉണ്ടായ സമയത്ത് തെരഞ്ഞു പിടിച്ചു കൊന്നു. അവിടുത്തെ പ്രസ് ക്ലബിന്റെ സെക്രട്ടറി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ആളായിരുന്നു. അയാളെ തല്ലിക്കൊന്നു കെട്ടിത്തൂക്കി. പേര് ഹിന്ദു ആയിരുന്നു. അപ്പോൾ ഒരു പുരോഗമനവാദിയായിട്ടുള്ള സംഗീതജ്ഞൻ, അയാളുടെ പേര് ഹിന്ദു ആയിരുന്നു. അയാളുടെ വീട് കത്തിച്ചു കളഞ്ഞു. അപ്പോൾ ഹിന്ദുവിനോടാണ്, അല്ലാതെ ഇത് BJP-യോടോ RSS-നോടോ കേന്ദ്ര സർക്കാരിനുള്ള വൈരാഗ്യമല്ല. നീ ഹിന്ദു ആണോ, നിന്നെ ഒരു അവസരം കിട്ടിയാൽ എന്തെങ്കിലും പേര് പറഞ്ഞ് നിന്നെ തട്ടിയിരിക്കും എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ മുർഷിദാബാദിൽ നടക്കുന്നത്. മുർഷിദാബാദ്, മാൽഡ, നാദിയ, സൗത്ത് 24 ഫർഗാനാസ്, ഈ സ്ഥലങ്ങളിൽ നടക്കുന്ന ഹിന്ദു വേട്ട അനുസ്യൂതം തുടരുകയാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ ഒരക്ഷരം മിണ്ടില്ല.
ഈ ഹിന്ദുക്കളാണ് പോകുന്നതെന്ന് ഒരു വാർത്തയിലും ഇല്ലല്ലോ. എവിടെയുണ്ട്? ഞാൻ മനോരമ എടുത്തു നോക്കി, മനോരമ വാർത്തയില്ല. മാതൃഭൂമി മാത്രം ഇന്ന് അബദ്ധവശാൽ ഇന്നലെ ഒരു വാർത്ത കൊടുത്തു. അതിനകത്ത് ആളുകൾ ഓടിപ്പോകുന്നുള്ളൂ. ഓടിപ്പോകുന്നത് ഹിന്ദുക്കളാണ്, ഓടിക്കുന്നത് മുസ്ലിങ്ങളാണ്. പക്ഷെ തിരിച്ചായിരുന്നെങ്കിൽ വാർത്ത തിരിച്ചാണെങ്കിൽ എൻ്റെ ദൈവമേ, ഇവിടെ സിനുവിന് പോലും കിടക്കപ്പുറത്തി ഉണ്ടാവത്തില്ല. ഞാൻ ഇന്നലെ മാതൃഭൂമി പത്രം കണ്ടു കേട്ടോ. വേറെ എനിക്ക് വേറെ കാര്യമുണ്ട്. മാതൃഭൂമി എന്തെങ്കിലും ഉണ്ട്. ഇന്നലത്തെ മാതൃഭൂമിയുടെ ഒന്നാം പുറം ഇതാണ്. ഇതാണ് ഒന്നാം പുറം. പ്രേക്ഷകർ കാണണം. ഇതിനകത്ത് വിഷു ആയിട്ട് വിഷുവിൻ്റെ ഒരു ചിത്രമുണ്ട്. ഒരു കവിത കൊടുത്തിട്ടുണ്ട്. ഏതോ ഒരു BK ഹരിനാരായണൻ എഴുതിയ ഒരു കവിത, എൻ്റെ കണ്ണു തുറക്കുമ്പോൾ. എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു മതേതരത്വ കവിതയാണ്. പക്ഷെ മനോരമ പത്രത്തിൽ പോലും കണ്ണൻ്റെ ഒരു വിഗ്രഹവും കൊടുത്തിട്ട് കൈകൂപ്പി നിൽക്കുന്ന ആളുകളുടെ ചിത്രമുള്ള ഒരു വിഷുക്കണ്ണിയുടെ ചിത്രം കൊടുത്തു. മാതൃഭൂമിക്ക് അതുമില്ല. കാലം മാറിപ്പോയി. മാതൃഭൂമിക്ക് വിഷു എന്ന് പറഞ്ഞാൽ കുറെ കൊന്നപ്പൂക്കൾ മാത്രം കൊടുക്കണം. കാരണം രാവിലെ ഈ മാതൃഭൂമി വായിക്കുന്ന ആളുകൾക്കിടയിൽ വായനക്കാർക്കിടയിൽ ഗണ്യമായൊരു വർധനമുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിൽ നിന്ന്. അവർക്ക് രാവിലെ കൃഷ്ണൻ്റെ പടം കണ്ടാൽ ഹറാമല്ലേ? അങ്ങനെ മാതൃഭൂമി ചിന്തിച്ച് കാണും. ഏതായാലും അങ്ങനെ. പക്ഷേ റംസാൻ വരുമ്പോൾ അങ്ങനെയല്ല, ക്രിസ്മസ് വരുമ്പോൾ അങ്ങനെയല്ല. വിഷുവിന് ശ്രീകൃഷ്ണൻ്റെ ഒരു ഉണ്ണിക്കണ്ണൻ്റെ ചിത്രത്തിന് മുന്നിൽ കണി കാണുന്ന ഒരു കുടുംബത്തിൻ്റെ ചിത്രമില്ലാതെയാണ് ഇന്നലെ മാതൃഭൂമി പത്രം ഇറങ്ങിയത്. എത്ര കാലം മലയാള പത്രങ്ങൾ അത് ഉണ്ടായിരുന്നു. മനോരമയ്ക്ക് വരെ ഇന്നലെ വരെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ആലോചിക്കേണ്ടതാണ്. ഇതൊക്കെ പക്ഷേ നമ്മുടെ ഈ കേരളത്തിലെ ഹിന്ദുക്കൾക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങളൊക്കെ സുരക്ഷിതരാണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ്. പക്ഷേ ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് അത്യാവശ്യം നല്ല ദൂരമുണ്ട്. പക്ഷേ ബംഗാളിൻ്റെയും കേരളത്തിൻ്റെയും സംസ്കാരം അതിൻ്റെ കുരുപോലെയാണ്. അതുകൂടെ നമ്മൾ മറക്കരുത്. ബംഗാളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് കേരളത്തിലേക്ക് വരാൻ അധിക സമയമൊന്നും വേണ്ട. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.